मंच पर विराजमान भारतीय जनता पार्टी के राष्ट्रीय अध्यक्ष आदरणीय राजनाथ सिंह जी, प्रदेश भारतीय जनता पार्टी के अध्यक्ष श्रीमान मुरलीधरन जी, भाजपा के वाइस प्रेसिडेंट श्रीमान बंडारू दत्तात्रेय जी, श्री वी सतीश जी, श्री सुब्रमण्यम स्वामी जी, श्री कृष्णादास, श्री ओ राजगोपाल जी, मंच पर विराजमान सभी वरिष्ठ महानुभाव और केरल के कोने कोने से आए हुए प्यारे भाइयों और बहनों, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദരണീയനായ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ രാജ്നാഥ് സിംഗ് ജി, സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മുരളീധരൻ ജി, അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ ശ്രീ ബന്ഡാരു ദത്താത്രേയ ജി, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ജി, ശ്രീ വി സതീഷ് ജി, ശ്രീ രാജഗോപാൽ ജി, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് ആദരണീയരായ നേതാക്കന്മാരെ, സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്നായി ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നമസ്കാരം. സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദി ശങ്കരട്ടെ അദ്വൈതവും ശ്രീനാരായണ ഗുരുദേവന്റെ ദാർശനികത്വം ചട്ടമ്പി സ്വാമികൾ കൂടെ യോഗ വിദ്യയും ആയുർവേദത്തിന്റെ പ്രഭവ കേന്ദ്രവും കുമാരനാശൻ വല്ലത്തോല് എന്നിവരുടെ കവിതയും മന്നത്തു പത്മനാഭന്റെ സംഘാടനാ കൃത്തം പിറന്നു വീണ മണ്ണില് നിൽക്കുവാൻ സാധിക്കുന്നതു മഹാപുണ്യമായി കരുത്തുന്നു. ഗുജറാത്തിലെ മലയാളികള് എനിക്കു നൽകിയ സഹകരണം ഈ അവസരത്തില് ഓർമ്മിയൊക്കെല്ലട്ടെ. നികളുടെ അവിയുലം സംഭാരവും കാലനും തോരണവും നൽകുന്ന രുചി കേരളത്തിലേക്കു എന്നെ ആകർഷിക്കുന്നു. ഗോഡ്സ് ഓൺ കൺട്രി എന്ന കേരളത്തിൽ ജനകിക്കുവാൻ സദിച്ഛാ നിങ്ങളെ अभिवादन ये उन्न। भाइयों बहनों, जब मैं केरल की धरती पर आया हूं तो पूज्य नारायण गुरु स्वामी, पूज्य वेंकट स्वामी, महात्मा अयंगार, इन सबको, चट्टू स्वामी, उनके उस महान कार्य को प्रणाम करते हुए अपनी बात का प्रारंभ करता हूं. കേരളത്തിൽ വരുന്ന ഈ സന്ദർഭത്തിൽ പൂജനീയ ശ്രീനാരായണ ഗുരുദേവന്റെയും വൈകുണ്ഠസ്വാമികളുടെയും മന്നത്ത് പത്മനാഭന്റെയും ശ്രീ ചട്ടമ്പി സ്വാമികളുടെയും അടക്കമുള്ള മഹാന്മാരുടെ മഹത്തായിട്ടുള്ള സേവനങ്ങളെയും അവരുടെ സ്മരണകളെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. Last time when I came to Trivandrum, I had an occasion to meet Maharaja of Travancore. I discussed with him on various issues. Today, he is no more with us, and I pay my respect to the great visionary. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് വരാനിടയായപ്പോൾ മഹാരാജാവിനെ സന്ദർശിക്കാൻ, തിരുവിതാംകൂർ മഹാരാജാവിനെ സന്ദർശിക്കാൻ എനിക്ക് അവസരം കിട്ടുകയുണ്ടായി. നിരവധിയായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തോട് ചർച്ച നടത്തുകയുണ്ടായി. നിർഭാഗ്യവശാൽ ഇന്ന് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാവന സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. He was totally devoted to Lord Padmanabha. He was known as a Padmanabha Dasa. അദ്ദേഹം
ശ്രീപത്മനാഭനെ സമ്പൂർണമായിട്ട് വിധേയപ്പെട്ടിരിക്കുന്ന ആളായിരുന്നു. ശ്രീപത്മനാഭദാസൻ എന്നുള്ള നാമധേയത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. Royal family of Travancore is perhaps the only royal family which acted as caretaker of tons of gold and jewelry which were in temple custody. ഒരുപക്ഷേ ഇന്ത്യയിലെ മഹാരാജാക്കന്മാരുടെ ചരിത്രത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ സ്ഥാനം ഓർമ്മിക്കപ്പെടുന്നത് ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ കിലോ കണക്കിനായിട്ടുള്ള സ്വർണ്ണ ശേഖരം അദ്ദേഹം ക്ഷേത്ര സങ്കേതത്തിൽ സൂക്ഷിച്ചു വെച്ചതിന്റെ പേരിലായിരിക്കും ഇന്ത്യയിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. Entire wealth was dedicated to God. I do not think there are any other parallel in the entire world. വിശ്വം മുഴുവൻ ഈ ഒരു മഹത് കർമ്മത്തെ സംബന്ധിച്ച് ഈ ഒരു സൽക്കർമ്മത്തെ സംബന്ധിച്ച് ഓർമ്മിക്കുകയാണ്. ഒരുപക്ഷെ ഇതിന് സമാന്തരമായിട്ടുള്ള മറ്റൊരു സംഭവം നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ ഉണ്ടാവുകയില്ല. In other parts of India, such wealth is looted. Present day rulers must learn a lesson from this great tradition. ഇന്നത്തെ അധികാരി വർഗം ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിലും ഇതുപോലെ സൂക്ഷിച്ചിട്ടുള്ള ഈ സ്വർണ്ണശേഖരങ്ങളുടെയും ധനശേഖരണത്തിന്റെയും കാര്യങ്ങളെല്ലാം ശരിയായി മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. भाइयों बहनों, ये ईश्वर की भूमि, गॉड्स ओन कंट्री, ये सुनने पर कितना अच्छा लगता है, लेकिन क्या कारण है कि ईश्वर की इस भूमि से लाखों नौजवानों को पलायन करना पड़ता है, अपने बूढ़े माँ बाप को छोड़ करके जाना पड़ता है, घर गांव यार दोस्त ये छोड़ करके लाखों की तादाद में नौजवानों को ये ईश्वर की भूमि छोड़ने के लिए मजबूर क्यों होना पड़ता है? സഹോദരി സഹോദരന്മാരെ, ഇത് ദൈവത്തിന്റെ സ്വന്തം ഭൂമിയാണ്, സ്വന്തം നാടാണ്. അത് കേൾക്കുന്നത് തന്നെ മഹത്തരമാണ്. എന്തുകൊണ്ടാണ് ഈ ഈശ്വരന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ സ്വന്തം നാടിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ പ്രിയപ്പെട്ട പ്രായമായ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച്, സഹോദരിമാരെ ഉപേക്ഷിച്ച്, അവരുടെ പെൺകുട്ടികളെ ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി താമസിക്കുന്നത്, അധ്വാനം ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. केरल की इस दुर्दशा के लिए क्या बीजेपी जिम्मेवार है? കേരളത്തിന്റെ ഈ ദുരിതത്തിന്, കേരളത്തിന്റെ ഈ ദുർദശയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടി കാരണക്കാരനാണോ? मैं आपसे जवाब चाहता हूं. നിങ്ങളോട് ഉത്തരം ആവശ്യപ്പെടുന്നു. ബിജെപി ആണോ ഇതിന് കാരണം? क्या बीजेपी जिम्मेवार है? क्या बीजेपी जिम्मेवार है? तो कौन जिम्मेवार है? कौन जिम्मेवार है? ആരാണ് ഉത്തരവാദി? कौन जिम्मेवार है? ആരാണ് ഉത്തരവാദി? भाइयों बहनों, यहां पर बारी बारी से ऐसी जुगलबंदी बनाई है, ऐसी जुगलबंदी कि 5 साल तुम राज करो, फिर 5 साल मैं आ जाऊंगा, फिर 5 साल तुम आ जाना. ये मिली भगत है, मिली भगत. ഇവിടെ മാറി മാറി നടക്കുന്ന ഈ പൊറാട്ട് നാടകം, 5 വർഷം നിങ്ങൾ ഭരിച്ചുകൊള്ളൂ, 5 വർഷം ഞങ്ങൾ ഭരിച്ചുകൊള്ളാം, 5 വർഷം നിങ്ങൾ കട്ടുകൊള്ളൂ, 5 വർഷം ഞങ്ങൾ കട്ടുകൊള്ളാം. ഇതാണ് ഈ ദുരിതത്തിന് കാരണം. एक बार यूडीएफ तो दूसरी बार एलडीएफ, एक बार एलडीएफ तो दूसरी बार यूडीएफ, ये क्रम लगातार चल रहा है और आकर के एक दूसरे के पाप को छिपाने के लिए सरकारों का उपयोग किया जाता है. ഒരിക്കൽ LDF, മറ്റൊരിക്കൽ UDF, വീണ്ടും LDF, വീണ്ടും UDF. അങ്ങനെ ഈ നാട്ടിലെ നടക്കുന്ന തെറ്റുകൾ, ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾക്ക് പരസ്പരം കുറ്റപ്പെടുത്തി ഓരോ തവണയും അധികാരത്തിൽ വരുന്നവരാണ് ഈ ദുരന്തത്തിന് കാരണക്കാരായിട്ടുള്ളവർ. भाइयों बहनों,
अब केरल के नागरिकों से मैं प्रार्थना करने आया हूं, 60 साल तक आपने ये प्रयोग देखे हैं और इन प्रयोगों का परिणाम ये हुआ है कि यहां के नौजवानों का भविष्य अंधकार में डूब चुका है। कब तक इन लोगों को हमने झेलना है? कब तक हमारे इस पवित्र भूमि को इन दो गुटों के द्वारा नोच देने का अधिकार देना है, लूटने का अधिकार देना है, बर्बाद करने का अधिकार देना है? कब तक देना है? പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ പൗരാവലിയോട് ജനങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ 60 വർഷമായി 6 പതിറ്റാണ്ട് കാലമായി ഈ തുടർച്ചയായിട്ടുള്ള ഈ കാര്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ തരത്തിൽ ഈ നാടിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന, ഈ തരത്തിൽ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് മുന്നണികളെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലെ ഈ പരിതസ്ഥിതി മാറാതെ നമുക്ക് ഈ നാടിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? कम्युनिस्ट पार्टी लोकतंत्र में विश्वास नहीं करती है। उनके लिए लोकतंत्र सिर्फ सत्ता हथियाने का साधन है। डेमोक्रेसी के प्रति उनकी न आस्था है न उनका कमिटमेंट है, और इसलिए वो हमेशा यही सपना देखते हैं कि चाहे केरल हो चाहे हिंदुस्तान हो, राजनीतिक अस्थिरता बनी रहे, यही उनका सपना है, ताकि उनकी गाड़ी चलती रहे। കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല. ജനാധിപത്യം അവർക്ക് മാതൃകയല്ല. ജനാധിപത്യത്തിന്റെ കശാപ്പിലാണ് അവർ വിശ്വസിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രാജ്യത്തെ അസ്ഥിരതയാണ് ആഗ്രഹിക്കുന്നത്. രാജ്യത്ത് അസ്ഥിരത ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. और ये कम्युनिस्ट पार्टी जब जब चुनाव आता है तो बड़ी ठेकेदार बनकर के निकल पड़ती है, और कम्युनिस्टों को देश स्वीकार नहीं करेगा ये उनको पता है, तो वो थर्ड फ्रंट की बातें हवा में फैलाने का हर चुनाव के पहले एक ड्रामेबाजी करते हैं. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. എല്ലായിടത്തും അവർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ഒരു നാടകം കളിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയില്ല, ജനങ്ങൾ അവരെ തെരഞ്ഞെടുക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. आपने यूडीएफ का मिसरूल देखा है, आपने एलडीएफ का थर्ड फ्रंट की कथाएं सुनी है, और इसलिए आज मैं केरल से अनुरोध करने आया हूं, कभी इन सारी बातों को भूलो, थर्ड फ्रंट को भूलो. अब केरल के लिए जरूरत है थर्ड ऑल्टरनेट की. थर्ड ऑल्टरनेट लेकर के भारतीय जनता पार्टी आपके पास आई है. നിങ്ങൾ യുഡിഎഫിന്റെ ദുർഭരണം കണ്ടു കഴിഞ്ഞു. എൽഡിഎഫിന്റെ തെറ്റായ നയങ്ങളെ കുറിച്ച് കേട്ട് കഴിഞ്ഞു ധാരാളം. ഇവിടെ മൂന്നാം മുന്നണിയെ കുറിച്ച് വാചാലമായി സംസാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ശരിയാണ്, ഇവിടെയാണ് ഒരു മൂന്നാം മുന്നണി വേണ്ടത്. ശരിയായ ഒരു മൂന്നാമത്തെ ബദൽ ആവശ്യമായിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ശരിയായ മൂന്നാം ബദൽ കേരളത്തിലാണ് ആവശ്യമായി വന്നിരിക്കുന്നത്. यूडीएफ और एलडीएफ पर्दे के पीछे उनके रिश्तों का राज क्या है, ये यहां की घटनाओं को देखें तो पता चल जाता है. ये यूडीएफ और एलडीएफ ये शैडो बॉक्सिंग में बड़े माहिर है. वो नुरा कुश्ती करते हैं, नुरा कुश्ती. जैसे टीवी पर हम वो WWF देखते हैं ना, वैसा उनका ये नुरा कुश्ती का खेल चल रहा है. അവര് യുഡിഎഫും എൽഡിഎഫും യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്നവർ പർദ്ദയുടെ അടിയിൽ എന്താണ് ചെയ്യുന്നത്? അവർ കർട്ടന് പിന്നിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, മത്സരിക്കുന്നവർ യഥാർത്ഥത്തിൽ ഒത്തുകളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒത്തുകളി നാടകമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. और मैं इसलिए कहता हूं और बड़े गंभीर आरोप लगा करके कहना चाहता हूं, अगर यूडीएफ और एलडीएफ की मिली भगत न होती तो चंद्रशेखर की हत्या को पकड़ने में कोताही नहीं बरती जाती। चंद्रशेखर की पत्नी को मैदान में लड़ाई के लिए आना न पड़ता। और इसलिए मैं केरल की सभी माताओं बहनों को आज प्रार्थना करने आया हूं कि पूरी शक्ति के साथ चंद्रशेखर की पत्नी के साथ खड़े हो जाओ और उसको न्याय दिलाने के लिए हमें चैन से नहीं बैठना चाहिए। ये उनकी नुरा कुश्ती, इनकी शैडो बॉक्सिंग, ये दुनिया के सामने लाके रख देना चाहिए। പ്രിയപ്പെട്ടവരെ, യുഡിഎഫും എൽഡിഎഫും തമ്മിലുള്ള ഈ വ്യാജ ഏറ്റുമുട്ടലിന്റെ ഫലമായിട്ടാണ് ചന്ദ്രശേഖരന്റെ വിധവയ്ക്ക് അവരുടെ ഭർത്താവിന്റെ കൊലയാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നടുറോട്ടിൽ കുത്തിയിരുന്ന് സമരം നടത്തേണ്ടി വന്നത്. അവരുടെ യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടാൻ കഴിയാതെ പോയത് യുഡിഎഫും എൽഡിഎഫും തമ്മിലുള്ള ഈ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ്. ഇവിടുത്തെ അമ്മമാരോടും സഹോദരിമാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കൊലപാതകത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ ശക്തികളെ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ തയ്യാറായിട്ട് മുന്നോട്ട് വരും എന്നുള്ളതാണ്. जय कृष्णा मर्डर केस किसके भलाई के लिए लिपापोती हो रही है? जय कृष्णा मर्डर केस को क्यों दबाया जा रहा है? क्या ये उनकी नुरा कस्ती का, ഷാഡോ ബോക്സിംഗ് का उदाहरण नहीं है? ജയകൃഷ്ണന്റെ കൊലപാതക കേസിന്റെ അന്വേഷണം ആരാണ് അട്ടിമറിച്ചിരിക്കുന്നത്? ഈ ഒത്തുകളി രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ടാണ് ജയകൃഷ്ണന്റെ കൊലപാതക കേസിലെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയാതെ പോയത്. भाइयों बहनों, मराड़ के दंगे, मराड़ राइट्स, उसके पीछे कौन गुनहगार है? क्यों उनकी बातों को दबा दिया गया है? क्यों केरल की जनता के सामने सच नहीं लाया जा सकता? इसलिए कि उनकी नुरा कुश्ती चल रही है, उनका शैडो बॉक्सिंग चल रहा है और इसी के कारण सत्य छुपाए गए हैं. പ്രിയപ്പെട്ടവരെ, മാറാട് കൂട്ടക്കൊല, ആ കൂട്ടക്കൊലപാതകം ആരാണ് നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാം. ആ മാറാട് കൂട്ടക്കൊലയുടെ ഉള്ളുകള്ളികൾ പുറത്തു വരാതിരിക്കാൻ ഇവിടെ സാധിച്ചിട്ടുള്ളത് ഈ ഒത്തുകളിയുടെ ഫലമായിട്ടാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സത്യം പുറത്തു വരാതെ പോയത്. आए दिन हिंदुस्तान की जनता को गुमराह करने वाले लेफ्टिस्ट, झूठ फैलाने में माहिर लेफ्टिस्ट, अपप्रचार की आंधी चलाने वाले माहिर लेफ्टिस्ट, आप सारी दुनिया को सवाल पूछते हो. आज मैं केरल की धरती पर आपको सवाल पूछना चाहता हूं. ഇന്ന് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന സമയത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങൾക്കെതിരായി, ഇവിടെ നടന്നിരിക്കുന്ന തെറ്റായ കാര്യങ്ങൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള ജനവികാരം ഉയർന്നു വരികയാണ്. കേരളത്തിന്റെ മണ്ണിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇത്തരം അനാചാരങ്ങൾക്കും ഇത്തരം തെറ്റായ നടപടികൾക്കും ആരാണ് ഉത്തരവാദി എന്നുള്ള കാര്യം. भाइयों बहनों, क्या ये सच नहीं है कि जब हिंदुस्तान क्विट इंडिया मूवमेंट की लड़ाई लड़ रहा था, तब ये कम्युनिस्ट पार्टी या लेफ्टिस्ट क्विट इंडिया मूवमेंट का विरोध नहीं किया था क्या? പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ആരംഭിക്കുന്ന സമയത്ത്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യയിൽ മുന്നോട്ട് പോയ സമയത്ത് ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാട്, ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. भाइयों बहनों, जब इतिहास की उन बातों को जानते हैं, माथा शर्म से झुक जाता है. The only party came forward to give blood to British soldiers, shot Indians. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരേ ഒരു പാർട്ടി മാത്രമാണ് ഇന്ത്യ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തം നൽകാൻ തയ്യാറായത് എന്നുള്ള ചരിത്രമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. They called Mahatma Gandhi as a fraud son of Varda.
അവർ പറഞ്ഞു മഹാത്മാഗാന്ധി ഒരു വാർദ്ധയിലെ കപട സന്യാസിയാണ്, കള്ള സന്യാസിയാണെന്ന് മഹാത്മാഗാന്ധിയെ അവർ ആക്ഷേപിച്ചു. यही कम्युनिस्ट पार्टी के नेता लोग हैं for 10 years hosted black flag on Independence Day after 1947. ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് 10 വർഷക്കാലം കരിദിനമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം ആചരിച്ചത് എന്നുള്ള കാര്യം നാം മറന്നുകൂടാ. यूपीए 1 जब बनी थी तब लेफ्टिस्ट का सहकार लेकर के सरकार चलाने वाली कांग्रेस पार्टी, जरा कान खोल करके सुन लो, यही लेफ्टिस्ट लोग थे जिन्होंने कहा था दे कॉल्ड नेहरू एज अ बुटलेगर ऑफ ब्रिटिश. പ്രിയപ്പെട്ടവരെ, ഒന്നാം യുപിഎ ഗവൺമെന്റിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. ഈ തെറ്റുകളെല്ലാം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ആ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയാണ്. പക്ഷെ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ആക്ഷേപിച്ചവർ. यही कम्युनिस्ट पार्टी के लोग देश विरोधी काम करने में डूबे हुए कम्युनिस्ट पार्टी के लोग, उन्होंने नेताजी सुभाष बाबू को कहा था दे कॉल नेताजी एज द वॉचडॉग ऑफ जापानीज. പ്രിയപ്പെട്ടവരെ, ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സ്വാതന്ത്ര്യ സമരത്തിലെ വെള്ളി നക്ഷത്രമായ സുഭാഷ് ചന്ദ്രബോസിനെ ജപ്പാൻകാരുടെ ചെരുപ്പ് നക്കി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത്. During 1962 Chinese war, EMS told why fight for this barren land which China and India claims to be. That's when India cannot feed their people. हमारे देश के लोगों को खाना नहीं खिला पा रहे हो, हम चाइना से लड़ने के लिए क्यों जा रहे हो? ये भाषा ये कम्युनिस्ट पार्टी के नेता बोल रहे थे. പ്രിയപ്പെട്ടവർ, 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്നപ്പോ, ഈ അതിർത്തി തർക്കമുണ്ടായി യുദ്ധം നടന്നപ്പോ ഇതേ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് പറഞ്ഞത്, എന്തിനാണ് നാം ഈ തർക്കം കൂടുന്നത്, യുദ്ധം ചെയ്യുന്നത്, ഏതിനാണ് ഇന്ത്യക്കാരൻ്റെതെന്നും ചൈനക്കാരൻ്റെതെന്നും പറയുന്ന സ്ഥലത്തിന് വേണ്ടിയാണ് ഈ യുദ്ധം എന്ന് പറഞ്ഞ് രാജ്യദ്രോഹപരമായ നിലപാടെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. केरल में इतनी वर्षा होती है, इतना पानी है, फलद्रुप भूमि है, 50% से ज्यादा भूमि का उपयोग नहीं हो रहा है. ये केरल की भूमि की दुर्दशा हो गई, केरल की एग्रीकल्चर की दुर्दशा हुई. उसका कारण ये है कि यही लेफ्टिस्ट है. दे अपोज मैकेनाइजेशन ऑफ द एग्रीकल्चर which ultimately destroyed the state. കേരളം ഇതുപോലെ മഴ പെയ്യുന്ന മറ്റൊരു സംസ്ഥാനമില്ല, ഇത്രയധികം നദികളുള്ള വെള്ളമുള്ള സംസ്ഥാനമില്ല. കൃഷിക്ക് ഉപയുക്തമായിട്ടുള്ള നല്ല മണ്ണാണ്, പക്ഷെ 50%-ലധികം കൃഷിഭൂമി കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. ആരാണ് ഉത്തരവാദി? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇതിന്റെ ഉത്തരവാദി. അവർ കാർഷിക രംഗത്ത് യന്ത്രവൽക്കരണം കൊണ്ടുവരാൻ തയ്യാറായില്ല, കാർഷിക രംഗത്ത് പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ പുരോഗതി ഉണ്ടാവാത്തതിന്റെ മൂല കാരണം. भाइयों बहनों, सारी दुनिया जानती है कि इंफॉर्मेशन कम्युनिकेशन टेक्नोलॉजी आईटी ने पूरे विश्व को 40 साल के भीतर बदल दिया है. हजारों साल में दुनिया जितनी तेजी से नहीं बदली थी, उससे अनेक गुना तेजी से इंफॉर्मेशन कम्युनिकेशन टेक्नोलॉजी के कारण सारी दुनिया बदल गई. लेकिन यही केरल की लेफ्टिस्ट गवर्नमेंट थी, यहां के लेफ्टिस्ट लीडर थे, उनको केरल के नौजवानों के भविष्य की चिंता नहीं थी. बदलती हुई दुनिया में हिंदुस्तान कहां खड़ा हो इसकी परवाह नहीं थी. और इसलिए यही लेफ्टिस्ट लोग हैं, दे अपोज कंप्यूटर. नाउ द सिचुएशन इज डिफरेंट. नाउ AKG सेंटर एंड लेनिन सेंटर आर फुल ऑफ कंप्यूटर्स. खुद के लिए तो कंप्यूटर चाहिए, लेकिन केरल के नौजवानों के हाथ में कंप्यूटर नहीं जाना चाहिए. ये खेल इन्होंने खेले हैं. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ വിവര സാങ്കേതിക വിദ്യയുടെ വലിയൊരു വിപ്ലവം തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് IT സെക്ടറിലും കമ്മ്യൂണിക്കേഷൻ സെക്ടറിലും ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം വിവര സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഈ പുരോഗതി ഉണ്ടാവാത്തത്? ഇതേ ഇടതുപക്ഷത്തിന്റെ ലെഫ്റ്റിന്റെ നയത്തിന്റെ കാരണമാണ്. അവർ ഇവിടെ ഭരിച്ച ഇടതുപക്ഷ നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അവരാദ്യം കമ്പ്യൂട്ടറിന്റെ ഉപയോഗത്തെ കമ്പ്യൂട്ടർ കൊണ്ടുവരുന്നത്
ചെയ്യുന്നതിനെതിരായി സമരം ചെയ്തു. പക്ഷെ ഇപ്പൊ എന്താ സ്ഥിതി? AKG സെന്ററിലും ലെനിൻ സെന്ററിലും അവർ ഇഷ്ടം പോലെ കമ്പ്യൂട്ടറുകൾ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ യുവതീ യുവാക്കൾക്ക്, അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾക്ക് ഈ മേഖലയിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്. इतना ही नहीं, भारत को पीछे रखने के षड्यंत्र में डूबा हुए लेफ्टिस्ट लोग, जब हिंदुस्तान में कम्युनिकेशन रिवॉल्यूशन आ रहा था तो वो कहने से नहीं कतराए कि जिन्होंने एक कम्युनिकेशन रिवॉल्यूशन आया उसको करने वालों को अमेरिकन स्पाई कहने का पाप यही लेफ्टिस्ट लोगों ने किया था. ഇന്ത്യ മുഴുവൻ ഈ വിവര സാങ്കേതിക വിദ്യയുടെ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് പോയ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു, ഇവിടെ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം കൂടുകയും IT മേഖലയിൽ ആ ചെറുപ്പക്കാർ വളർന്നു വരികയും ചെയ്യുമ്പോൾ ഇവരെല്ലാം അമേരിക്കയുടെ ചാരപ്രവൃത്തി ഏറ്റെടുത്തു വരും, അമേരിക്കൻ ചാരന്മാരെ പോലെ ഏജന്റുമാരായിട്ട് അവരിവിടെ പ്രവർത്തിക്കുമെന്ന് ഇവർ കള്ളപ്രചരണം നടത്തി. भाइयों बहनों, इससे भी जरा दुख की बात यह है, जब 9/11 की घटना घटी, देश परेशान था, पाकिस्तानी आतंकवादियों ने डेरा तंबू ताड़ दिए थे, निर्दोष लोगों को मौत के घाट उतार दिया जाता था, और उस समय केरल का एक सपूत उन्नी कृष्णन लोगों की जान बचाते बचाते शहीद हो गया. उस उन्नी कृष्णन के लिए डॉग कहने का पाप यही केरल के नेताओं ने किया था. പ്രിയപ്പെട്ടവരെ, അന്ന് നവംബർ 9-ാം തീയതി ഇന്ത്യയെ നടുക്കിയ സ്ഫോടന പരമ്പര നടന്ന സമയത്ത് നമ്മുടെ മണ്ണിന്റെ അഭിമാനമായിട്ടുള്ള, മലയാളികളുടെ അഭിമാനമായിട്ടുള്ള തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണന്റെ കാര്യം വന്നപ്പോൾ, നമുക്ക് ഈ നാടിനു വേണ്ടി മരിച്ചു വീണ ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണന്റെ കാര്യം വന്നപ്പോൾ എന്താണ് ഇവിടുത്തെ അന്നത്തെ ഗവൺമെന്റ് എന്ന് ചെയ്തത്? വഞ്ചനാപരമായ നിലപാടാണ് എന്നുള്ള കാര്യം നമ്മുടെ സ്മരണയിലുണ്ടല്ലോ. भाइयों बहनों, जिनकी सोच हिंदुस्तान को तबाह करने की है, जिनकी सोच केरल का भविष्य न देखने की है, ऐसे लोगों पर कब पर भरोसा करोगे? और इसलिए भाइयों बहनों, पश्चिम बंगाल की जनता जाग गई. पश्चिम बंगाल की जनता ने उनको वहां से भगाया है. अब समय की मांग है कि केरल हमेशा हमेशा के लिए ऐसी ताकतों को केरल की मिट्टी से मिटा दे. പ്രിയപ്പെട്ടവരുടെ, ഇക്കൂട്ടരുടെ ആഗ്രഹം നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയും വികസനവുമല്ല, കേരളത്തിന്റെ അഭിവൃദ്ധിയും പുരോഗതിയുമല്ല. ഇക്കൂട്ടരുടെ ആഗ്രഹം എന്നുള്ളത് നമുക്കറിയാം. ഇത് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ അസലായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പുറങ്കാല് കൊണ്ട് ചവിട്ടി ദൂരെ കളഞ്ഞിരിക്കുന്നു. ഇതാ കേരളത്തിലും സമയം സമാഗതമായിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വലിച്ചെറിയാനുള്ള സമയം സമാഗതമായിരിക്കുന്നു. സുഹൃത്തുക്കളെ, भाइयों बहनों, अगर हमें केरल का विकास करना है, अगर हमें हिंदुस्तान का विकास करना है, तो हमारी विकास यात्रा को 3 मजबूत पिलर पर हमें खड़ा करना होगा. हमारी आर्थिक रचना 3 मजबूत पिलर पे खड़ी करनी होगी. 1/3 एग्रीकल्चर, 1/3 मैन्युफैक्चरिंग एंड 1/3 सर्विस सेक्टर. इन तीनों को बराबर विकास के दायरे में इस पिलर को मजबूत नहीं करेंगे तो हम भारत की आर्थिक स्थिति को गति नहीं दे सकते हैं. स्पर्धा के युग में हम दुनिया में खड़े नहीं हो सकते हैं. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിലും, രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിലും 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഊന്നൽ നൽകേണ്ടതായിട്ടുണ്ട്. 3 തൂണുകളിലാണ് വികസനം നിൽക്കുന്നത്.
നാം കാർഷിക രംഗത്തെ വികസനത്തെക്കുറിച്ച് ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നാം ഉൽപാദന രംഗം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സേവന രംഗത്തും പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വളർച്ചയാണ് യഥാർത്ഥത്തിലുള്ള രാജ്യത്തിന്റെ വികസനമായി മുന്നോട്ട് വരുന്നത്. आप मेरे कहिए किसान भाइयों बहनों, केरल जैसे प्रदेश में उपजाऊ भूमि, फर्टाइल लैंड, 50% लैंड आज बेकार पड़ी है. उसको जोता नहीं जाता, खेत में उत्पादन नहीं होता, किसान जोतने को तैयार नहीं, किसान बर्बाद हो रहा है, किसान आत्महत्या करने के लिए मजबूर हो रहा है. लेकिन केरल की सरकार को, दिल्ली की सरकार को केरल की फर्टाइल लैंड का उपयोग उत्पादन के लिए करने की जरा सी भी परवाह नहीं है. പ്രിയപ്പെട്ടവരെ, നാം കാർഷിക രംഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളത്തിന്റെ ഏതാണ്ട് പകുതി ശതമാനം കൃഷിഭൂമിയും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അവിടെ നമുക്ക് കാർഷിക വൃത്തിയിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല, കൃഷി ഇറക്കാൻ കഴിയുന്നില്ല. കേരള ഗവൺമെന്റ് ആയാലും കേന്ദ്രത്തിലെ ഗവൺമെന്റ് ആയാലും ഈ പകുതിയിലധികം വരുന്ന കൃഷിഭൂമിയിൽ കൃഷി ഇറക്കാനും കർഷകരെ സഹായിക്കാനുമുള്ള ഒരു നടപടികളും എടുക്കാൻ തയ്യാറാവുന്നില്ല. इतना ही नहीं, मैन्युफैक्चरिंग के लिए जो इंफ्रास्ट्रक्चर चाहिए, मैं एक उदाहरण देता हूं. सरकार में फर्क क्या होता है? अच्छी सरकार क्या करती है और जनता के लिए जो जवाबदेह नहीं है, अकाउंटेबल नहीं है, जिनको जनता की परवाह नहीं है, वो लोग कैसी सरकार चलाते हैं, मैं एक उदाहरण आपके सामने रखना चाहता हूं. 1998 में गुजरात ने और केरला ने एक साथ एक निर्णय किया था, और वो निर्णय था एलएनजी टर्मिनल का. केरल में एलएनजी टर्मिनल लगाना था, गुजरात में एलएनजी टर्मिनल लगाना था. भाइयों बहनों, 98 में दोनों का एक साथ निर्णय हुआ. 2004 में गुजरात में एलएनजी टर्मिनल काम करना शुरू कर दिया. और भाइयों बहनों, कोची में 98 में सोचा गया था, उस एलएनजी टर्मिनल को बनते बनते 2014 आ गया. 2014 आ गया. इतना ही नहीं, गुजरात में एलएनजी टर्मिनल 2000 करोड़ में बन गया. कोची का एलएनजी टर्मिनल 4500 करोड़ रुपीस के लागत से बना. आप मुझे बताइए, केरल का कितना नुकसान हुआ, देश का कितना नुकसान हुआ? अच्छी सरकार होती है तो क्या करती है, और भद्दी सरकार होती है तो क्या करती है, इसका ये जीता जागता उदाहरण है. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രാജ്യത്തെ സൽഭരണം എങ്ങനെയാണ്, മോശം ഭരണം എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ കഴിയും. കേരളവും ഗുജറാത്തും, കേരള ഗവൺമെന്റും ഗുജറാത്ത് ഗവൺമെന്റും സംയുക്തമായി ഒരുമിച്ച് 1998 എടുത്ത തീരുമാനമാണ് കേരളത്തിലും ഗുജറാത്തിലും എൽഎൻജി ടെർമിനൽ കൊണ്ടുവരിക എന്നുള്ളത്. കൊച്ചിയിലെ പ്രത്യേകം എടുത്ത തീരുമാനമാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഗുജറാത്തിൽ 1998 എടുത്ത തീരുമാനം 2004 ആവുമ്പോഴേക്കും പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ കൊച്ചിയിൽ, നമ്മുടെ കേരളത്തിൽ 1998 എടുത്ത തീരുമാനം ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. 2014 ആയാലും അത് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. ഗുജറാത്തിൽ കേവലം 2000 കോടി രൂപയ്ക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. എന്നാൽ കേരളത്തിൽ അത് 4500 കോടി രൂപയെങ്കിലും കവിയുമെന്നാണ് കണക്കാക്കുന്നത്. എപ്പോഴാണ് ജനങ്ങൾ ചോദിക്കുന്നത്, യഥാർത്ഥത്തിലുള്ള സൽഭരണം എങ്ങനെയാണ്, ഏതാണ്, എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്? भाइयों बहनों, अगर आज से 10 साल पहले यहाँ एलएनजी टर्मिनल हो गया होता तो केरल की गैस बेस इकोनॉमी बनती, केरल के घरों में पाइपलाइन से गैस पहुंचता
और अगर पाइपलाइन से गैस पहुंचता तो एक कांग्रेस के नेताओं को 9 सिलेंडर और 12 सिलेंडर के ये सपने दिखाने की जरूरत न पड़ती। 10 കൊല്ലം മുമ്പ് ഈ ടെർമിനലിന്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഈ വികസന പ്രവൃത്തി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പാചകവാതകം എല്ലാ വീടുകളിലേക്കും ഗ്യാസ് പൈപ്പ് വഴി എത്തിക്കാൻ കഴിയുമായിരുന്നു. നമുക്കതിന് സാധിച്ചില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഗ്യാസ് പൈപ്പ് പാചകവാതകം വീടുകളിൽ എത്തിക്കുന്ന പണി, ഈ ജോലി നടന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനെ വേവലാതിപ്പെടുത്തുന്നത്? അവർക്ക് ഇപ്പോൾ ഈ 9 കുറ്റി ഗ്യാസിന്റെ കാര്യത്തിൽ നാം കണ്ടതാണല്ലോ. आज गुजरात में गैस एक रॉ मटेरियल के रूप में ऊर्जा के लिए, उद्योगों के विकास के लिए, क्वालिटी ऑफ लाइफ के लिए एक बहुत बड़ा हथियार बन करके आज गुजरात की सेवा में ये गैस काम आ रहा है और आप 10 साल पीछे रह गए। ഗുജറാത്തിൽ ഈ പാചകവാതകം ഒരു റോ മെറ്റീരിയൽ എന്നുള്ള നിലയിൽ, അതുപോലെ ഊർജത്തിന്റെ ആവശ്യത്തിന് എന്നുള്ള നിലയിൽ, വികസനത്തിന്റെ മറ്റാവശ്യങ്ങൾക്ക് എന്നുള്ള നിലയിലെല്ലാം പുരോഗതിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നാം കേരളം 10 വർഷമായി ഈ അവസരം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നതിൽ നാം പുറകോട്ട് പോയിരിക്കുകയാണ്. കേരളത്തിന്റെ വികസനം 10 വർഷം പുറകോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. भाइयों बहनों, तीसरा क्षेत्र है सर्विस सेक्टर। आज पूरी दुनिया आउटसोर्सिंग कर रही है। दुनिया के समृद्ध देशों के पास मैन पावर नहीं है, स्किल मैन पावर नहीं है, वे आउटसोर्स कर रहे हैं। आईसीटी के माध्यम से आउटसोर्सिंग का काम हो रहा है। चाइना जॉब फेयर का बिड़ा उठाया है। चाइना दुनिया भर से जॉब चाइना में हड़प करने की कोशिश कर रहा है। हमारे केरल के पढ़े लिखे, अंग्रेजी जानने वाले, बुद्धिमान नौजवान बेरोजगार बैठे हैं और आउटसोर्स के काम के लिए हिंदुस्तान की सरकार के पास कोई एग्रेसिव प्रोग्रेसिव नीति नहीं है और केरल की सरकार को सर्विस सेक्टर के इस महत्वपूर्ण काम के लिए कोई सोच तक नहीं है। പ്രിയപ്പെട്ടവരെ, സേവന രംഗത്ത് ലോകം മുഴുവൻ അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഈ കാര്യത്തിലുള്ള ഔട്ട്സോഴ്സിംഗിന്റെ കാര്യത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ലക്ഷക്കണക്കിന് ചെറുപ്പക്കാര്, പഠിച്ചിട്ടുള്ള ചെറുപ്പക്കാര് തൊഴിലവസരമില്ലാതെ അവർ കഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. भाइयों बहनों, सर्विस सेक्टर का एक महत्वपूर्ण क्षेत्र है टूरिज्म। आज हिंदुस्तान में टूरिज्म के क्षेत्र में दुनिया को आकर्षित करने की ताकत केरल में है। परमात्मा ने केरल को इतना सब दिया है कि सारी दुनिया केरल में आने के लिए मजबूर हो जाए, इतनी ताकत है। लेकिन उसके बावजूद भी പ്രിയപ്പെട്ടവരെ, അതുപോലെ टूरिज्म के क्षेत्र में केरल एक स्थिति पर आकर के अटक गया है। इसके लिए जिम्मेवार कौन है? പ്രിയപ്പെട്ടവരെ, ടൂറിസം ഇന്ന് ലോകം മുഴുവൻ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു മേഖലയാണ്. ലോകം മുഴുവനുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന കേരളം പോലെ മറ്റൊരു മനോഹരമായിട്ടുള്ള സംസ്ഥാനമില്ല. പക്ഷെ എന്താണ് കേരളത്തിൽ ടൂറിസത്തിന്റെ ഗതി? ഈ മേഖലയിൽ സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ് കേരളത്തിനുണ്ടായിരിക്കുന്നത്. ആരാണ് ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ കേരളത്തെ പുറകോട്ട് വലിച്ചത്? ആരാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. आज पूरा विश्व होलिस्टिक हेल्थ केयर की ओर मुड़ चुका है। सारा विश्व प्राकृतिक उपचार की तरफ आकर्षित हो रहा है। चाहे योग हो, चाहे आयुर्वेद हो, चाहे केरल की परंपरागत ट्रीटमेंट की व्यवस्थाएं हो, सारी दुनिया अपने आप उन जगह की तलाश में है जो उनको होलिस्टिक हेल्थ केयर के कंसेप्ट को सुविधा दे, संतोष दें। केरल के पास सब कुछ है, लेकिन क्या भारत सरकार, क्या केरल सरकार इस उत्तम अवसर को भुनाने में सफल हुई है? ये हेल्थ टूरिज्म, इसके लिए आज दुनिया में
सबसे ज्यादा आकर्षण कहीं पैदा हो सकता है तो केरल में पैदा हो सकता है, लेकिन सर्विस सेक्टर के इस टूरिज्म के महत्व को नहीं समझा जा रहा है। ഇന്ന് ലോകം മുഴുവൻ പ്രകൃതി ചികിത്സാ രംഗത്തേക്കും അതുപോലെ തന്നെ ഈ രംഗത്തേക്ക് വലിയ മാറ്റങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാവരും ഇതിനുവേണ്ടി മുന്നോട്ട് വരുമ്പോൾ കേരളം പോലെ ഇത്ര മഹത്തായിട്ടുള്ള ഒരു സംസ്ഥാനം, കേരളത്തിന്റെ പ്രകൃതി ചികിത്സ, കേരളത്തിന്റെ യോഗ ചികിത്സ, കേരളത്തിന്റെ ആയുർവേദ ചികിത്സ, ഇതെല്ലാം ലോകം മുഴുവൻ ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത്രയധികം അവസരവും സാധ്യതയും ഉണ്ടായിട്ടും ആളുകളെ ഇങ്ങോട്ട് ഈ ചികിത്സാ രംഗത്ത്, ഈ യോഗ ചികിത്സാ രംഗത്തും പ്രകൃതി ചികിത്സാ രംഗത്തുമൊക്കെ ആയുർവേദ ചികിത്സാ രംഗത്തുമൊക്കെ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാനും ഇവിടെ ഹെൽത്ത് ടൂറിസം, ആരോഗ്യ മേഖലയിലെ ടൂറിസം ശക്തിപ്പെടുത്താനും കഴിയാതെ പോയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരാണ് ഇതിന് ഉത്തരവാദി? ഈ തരത്തിൽ ഏറ്റവും വലിയൊരു വികസന സാധ്യതയാണ്, കേരളത്തിന്റെ വികസന സാധ്യതയാണ് ഇന്ന് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നത്. भाइयों बहनों, टूरिज्म के लिए केरल में रिलीजियस टूरिज्म के लिए भी इतनी संभावना पड़ी है। 125 करोड़ देशवासियों का बहुत बड़ा अगर मार्केट देखा जाए, वे 4 धाम की यात्रा करना चाहते हैं, वो कन्याकुमारी में जाकर के विवेकानंद केंद्र देखना चाहते हैं, वो त्रिवेंद्रम में उतर करके उनको कन्याकुमारी जाना सुविधाजनक लगता है, सबरीमाला के प्रति श्रद्धा बढ़ती चली जा रही है। भाइयों बहनों, 3.5 करोड़ की जनसंख्या उस केरल में सबरीमाला की यात्रा के लिए 4 करोड़ यात्री आते हैं। एक प्रकार से पूरा साउथ इंडिया, महाराष्ट्र से लेकर के नीचे बड़ी अपार भक्ति के साथ सबरीमाला में लोग आते हैं, लेकिन कोई मुझे बताए व्यवस्था के नाम पर कुछ किया इन लोगों ने? പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക രംഗത്തെ ടൂറിസം ഇന്ന് വലിയ തോതിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ 120 കോടി ജനങ്ങളെയും ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയുന്ന വലിയ സാധ്യതയുണ്ട് കേരളത്തിൽ. ചതുർധാമങ്ങൾ സന്ദർശിക്കാൻ കഴിയും. ഇവിടെ കന്യാകുമാരിയിൽ പോയി വിവേകാനന്ദ പാറയിൽ ദർശനം നടത്താം, തിരുവനന്തപുരത്ത് വന്ന് ദർശനം നടത്താം. അതുപോലെ തന്നെ പവിത്രമായിട്ടുള്ള ശബരിമലയിൽ എത്ര അധികം ജനങ്ങളാണ് വരുന്നത്? കേരളത്തിലെ ജനസംഖ്യ 3.5 കോടിയാണ്. പക്ഷേ ശബരിമലയിൽ ഒരു വർഷം എത്തുന്ന തീർത്ഥാടകർ എത്രയാണ്? 4-4.5 കോടി തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നു. മുഴുവൻ ദക്ഷിണേന്ത്യയിലെയും തീർത്ഥാടകന്മാർ ശബരിമലയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ഗവൺമെന്റ് എന്താണ് അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ സൗകര്യത്തിന് വേണ്ടി, അവിടെ വ്യവസ്ഥകൾ ചെയ്യുന്നതിന് വേണ്ടി എന്ത് നടപടിയാണ് ഇവിടെ ഭരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? अटल जी की सरकार में एक मंत्री थे जगमोहन जी, उन्होंने जिस प्रकार से वैष्णो देवी का निर्माण किया, आज पूरे देश के लोगों को वैष्णो देवी की तीर्थ यात्रा में सुविधा महसूस होती है, तिरुपति में सुविधा महसूस होती है। ऐसा कौन सा कारण है, आपकी ऐसी कौन सी राजनीतिक विचारधारा है जो हिंदुस्तान के कोटि कोटि लोगों की आस्थाओं को कुचलने का काम करती है और सबरीमाला को अपमानित करती है, वहां आने वाले लोगों को मजबूरी की जिंदगी जीने के लिए परेशान करती है? ऐसी विचारधारा किस काम की है? അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകാലത്ത് മന്ത്രിയായിരുന്ന ജഗ്മോഹനാണ് കാശ്മീരിലെ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിന് വേണ്ടി എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും എത്തിച്ചു കൊടുത്തത്. അതുപോലെ തിരുപ്പതിയിലെ ക്ഷേത്രത്തിലും അത്തരത്തിലുള്ള വികസന കാര്യങ്ങൾ ചെയ്തു. ഈ നാട്ടിലെ ജനങ്ങളുടെ, ഈ നാട്ടിലെ തീർത്ഥാടകരുടെ ക്ഷേമകാര്യങ്ങൾക്ക് വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു നിലപാട്, ഒരു സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞത് ആ ഗവൺമെന്റിന് മാത്രമാണ്. ഈ ശബരിമലയുടെ കാര്യത്തിൽ അത്തരം ഒരു നിലപാടെടുക്കാൻ എന്തുകൊണ്ട് നമ്മുടെ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല? मैं कभी कभी हैरान हूं कि भारत सरकार जो टूरिज्म को प्रमोशन करना चाहती है, सारी दुनिया में टूरिज्म का $3 ट्रिलियन का बिजनेस, इतना बड़ा ह्यूज बिजनेस की संभावनाएं पड़ी, पूरे विश्व में सबसे तेजी से बढ़ रहा यह विश्व व्यवसाय है। इनक्रेडिबल इंडिया दुनिया भर में एडवर्टाइजिंग किया जाता है। मैं आज पूछ रहा था कि इनक्रेडिबल इंडिया की एडवर्टाइजमेंट कहीं सबरीमाला की एडवर्टाइजमेंट देखी है क्या भाई? सबरीमाला की एडवर्टाइजमेंट आती है क्या? പ്രിയപ്പെട്ടവരെ, കോടിക്കണക്കിന് രൂപയുടെ പരസ്യം ചെലവഴിച്ചുകൊണ്ട്
ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നുണ്ട്. ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നുള്ള പേരിലുള്ള വലിയ ഒരു പരസ്യ സങ്കേതം ഇവിടെ നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും ആ പരസ്യത്തിൽ ശബരിമലയുടെ നാമധേയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എവിടെയെങ്കിലും ശബരിമലയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ശബരിമലയുടെ പേര്? പരസ്യത്തിൽ വന്നിട്ടുണ്ടോ? एक तरफ तो टूरिज्म को बढ़ावा देने की बातें होती है, लेकिन दूसरी तरफ जिस शबरीमला में 3.5 करोड़ जनसंख्या वाले केरल में 4 करोड़ लोग आते हैं, न उसका प्रचार प्रसार होता है, न वहां व्यवस्थाएं विकसित होती हैं। भाइयों बहनों, अकेला शबरीमाला केरल की पूरी इकोनॉमी को बदल सकता है। ഒരു വശത്ത് ടൂറിസത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, എന്നാൽ മറുവശത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരിക്കൽ പോലും ശബരിമലയെ കുറിച്ച് സംസാരിക്കുന്നില്ല. 3.5 കോടി മലയാളി ജനങ്ങളുള്ള നാട്ടിൽ 4.5 കോടി തീർത്ഥാടകർ വരുന്ന ഈ ശബരിമലയിൽ ഒരു വ്യവസ്ഥയും ചെയ്യുന്നില്ല. പരസ്യത്തിൽ പോലും അതിനെ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. ഉറപ്പിച്ച് പറയാൻ കഴിയും, ഒറ്റ ശബരിമല ഒന്നുകൊണ്ട് മാത്രം കേരളത്തിന്റെ സമ്പദ്ഘടനയും കേരളത്തിന്റെ വികസനവും കേരളത്തിന്റെ പുരോഗതിയും ശക്തിപ്പെടുത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. भाइयों बहनों, आज से 25-30 साल पहले जरा कोई मक्का की कल्पना करो। एक छोटा सा स्थान था, व्यवस्थाएं नहीं थी, यात्री आते थे जाते थे, लोग जानते भी नहीं थे। लेकिन पिछले 30 साल में मक्का में श्रद्धा रखने वालों ने मक्का का ऐसा डेवलपमेंट किया है, आधुनिक शहर के रूप में अगल बगल में व्यवस्थाएं खड़ी कर दी है, और आज दुनिया से करोड़ों लोग मक्का पहुंचते हैं और अरबों खरबों डॉलर मक्का की धरती पर खर्च किया जाता है। क्या हिंदुस्तान में चाहे बद्रीनाथ हो, केदारनाथ हो, चाहे शबरीमाला हो, चाहे कन्याकुमारी हो, चाहे रामेश्वरम हो, पूरे विश्व के टूरिज्म को आकर्षित करने के लिए एक नई दृष्टि के साथ हमारी शक्ति का पहचान करने का काम क्यों नहीं किया जा सकता? പ്രിയപ്പെട്ടവരെ, 25-30 കൊല്ലം മുമ്പ് പരിശുദ്ധ മക്ക എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു സ്ഥലമായിരുന്നില്ല. ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും പരിശുദ്ധ മക്കയിൽ ഉണ്ടായിരുന്നില്ല. ആളുകൾക്ക് വരാനും പോവാനുമുള്ള അധികം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ 10-30 കൊല്ലത്തിന് ശേഷമുള്ള മക്ക എന്താണ്? അവിടെ എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇന്ന് കോടാനുകോടി ജനങ്ങളാണ് മക്കയിൽ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്നത്. കോടിക്കണക്കിന് ഡോളറാണ് അവർ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രസിദ്ധമായിട്ടുള്ള കേദാർനാഥില്ലേ, പ്രസിദ്ധമായിട്ടുള്ള ബദരീനാഥില്ലേ, പ്രസിദ്ധമായിട്ടുള്ള ശബരിമലയില്ലേ, ഈ ക്ഷേത്ര സങ്കേതങ്ങളെയെല്ലാം വികസനത്തിന്റെ മാതൃകയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു നേതൃത്വം എന്തുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല? भाइयों बहनों, मैं गंभीर विषय की भी चर्चा करना चाहता हूं और मेरे दिल में बड़ा दर्द है, इसलिए मैं कहना चाहता हूं। मुझे बहुत चिंता भी है। भाइयों बहनों, कोई मुझे कहे कि घर में बेटा अगर गलत रास्ते पर चला जाता है, गलत साथियों को खोज लेता है, तो उसके माँ बाप चिंतित होते हैं कि नहीं होते हैं? उसके माँ बाप उस रास्ते से उसको वापस लाने की कोशिश करते हैं कि नहीं करते हैं? उसको बर्बादी के रास्ते से बचाने का प्रयास करते हैं कि नहीं करते हैं? कोई माँ बाप ऐसा नहीं होगा जो अपना बेटा, अपनी बेटी ऐसे किसी रास्ते पर चले जाए तो उसको वापस लाने की कोशिश न करते हो। ऐसे कोई माँ बाप नहीं होते हैं। പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ മനസ്സിൽ ദുഃഖം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വീടുകളിലെല്ലാം നമ്മുടെ മക്കള് തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചാൽ, അവർ അബദ്ധസഞ്ചാരം നടത്തിയാൽ, ഏതെങ്കിലും അച്ഛനോ അമ്മയോ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുകയോ, സ്വന്തം മകനോ മകളോ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുമ്പോഴോ അബദ്ധസഞ്ചാരം നടത്തുമ്പോഴോ ഏതെങ്കിലും ഒരു അച്ഛനോ അമ്മയോ ഒരു മാതാപിതാവോ അവരെ ശരിയായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുമോ? भाइयों बहनों,
सरकार की भूमिका भी मां बाप की होती है। उसके नागरिक, उसके राज्य के नौजवान अगर कहीं गलत रास्ते पर जा रहे हैं तो उनको वापस लाने का काम उस सरकार का रहता है। चिंतित होने की जरूरत होती है। भाइयों बहनों, मैं गंभीर आरोप लगाता हूं, आज हिंदुस्तान में जितनी आतंकवादी घटनाएं घटती हैं, उन आतंकवादी घटनाओं में अगर कश्मीर में आतंकवादी पकड़ा जाए तो उसकी सुराग कहीं न कहीं केरल में जाकर के मिलते हैं। हिंदुस्तान के किसी कोने में बम ब्लास्ट हो जाए तो उससे जुड़ा हुआ कोई न कोई नौजवान केरल की धरती का मिलता है। क्या भाइयों बहनों, हमने केरल के नौजवानों को ये आतंकवाद के रास्ते पर जाने देना है? क्या हमें केरल के नौजवानों को बम बंदूक की राजनीति करने के लिए मजबूर करना है? क्या हमें केरल के नौजवानों को हिंदुस्तान को लहूलुहान करने वाले पाप कर्म में भागीदार बनाना है क्या? പ്രിയപ്പെട്ടവരെ, ഇതേ മാതാപിതാക്കളുടെ കർത്തവ്യം തന്നെയാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനുമുള്ളത്. ആ നാട്ടിലെ പ്രജകളോ അവിടുത്തെ യുവാക്കളോ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചാൽ, അബദ്ധസഞ്ചാരം നടത്തിയാൽ അവരെ ശരിയായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. എന്താണ് ഇവിടുത്തെ സ്ഥിതി? ഇന്ന് നിരവധിയായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചെറുപ്പക്കാർ മുന്നോട്ട് പോവുകയാണ്. കാശ്മീരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായാൽ അതിന്റെ വേരുകൾ കേരളത്തിലാണ് ചെന്ന് പതിക്കുന്നത്. ഇന്ത്യയിൽ എവിടെയെങ്കിലും തീവ്രവാദി ആക്രമണം നടന്നാൽ അതിന്റെ വേരുകൾ കേരളത്തിലാണുള്ളത്. ഈ തീവ്രവാദത്തിലേക്ക് തിരിയുന്ന തലമുറയെ, ചെറുപ്പക്കാരെ ശരിയായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് പകരം തീവ്രവാദത്തിന്റെ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടെടുക്കാനാണ് ഗവൺമെന്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. भाइयों बहनों, हमें संकल्प करना होगा, हम केरल की इस गॉड की भूमि को, परमात्मा की भूमि को खून से रंगने वाले लोगों को उस रास्ते पर नहीं जाने देंगे. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശക്തമായിട്ട് പ്രതിജ്ഞ എടുക്കേണ്ടിയിരിക്കുന്നു. ഈ ചരിത്ര ഭൂമിയിൽ, ഈ പുണ്യഭൂമിയിൽ, ഈ ദൈവിക ഭൂമിയിൽ തീവ്രവാദത്തിന്റെ മണ്ണിലേക്ക്, രക്തപ്പുഴയുടെ മണ്ണിലേക്ക് പോകാൻ അനുവദിക്കുകയില്ല എന്നുള്ള ശക്തമായ പ്രതിജ്ഞ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ये आतंकवादी गतिविधियों के खिलाफ एक जागरूकता की जरूरत है. गलत रास्ते पर गए नौजवानों को वापस लाने की जरूरत है. मुझे चिंता हो रही है, हमारा ये प्राण प्रिय केरल प्रांत आज बारूद के ढेर पर बैठा हुआ है. पता नहीं कब किस दिशा में चला जाए और कितनी बड़ी बर्बादी होगी. പ്രിയപ്പെട്ടവരെ, തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് പോകുന്ന, രക്തത്തിന്റെ വഴിയിലേക്ക് പോകുന്ന, അബദ്ധസഞ്ചാരത്തിന്റെ വഴിയിലേക്ക് പോകുന്ന ചെറുപ്പക്കാരെ തിരിച്ചു കൊണ്ടുവരാനും ഈ മണ്ണിൽ തീവ്രവാദ പ്രവർത്തനവും അക്രമ പ്രവർത്തനവും അനുവദിക്കുകയില്ല എന്നുള്ള നിലപാടെടുക്കാനും കേരളത്തിന്റെ മണ്ണിലെ ജനങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ് വേണ്ടത്. भाइयों बहनों, मैंने केरल आने से पहले फेसबुक पर, ट्विटर पर मैं लोगों को पूछता रहता हूं कि मैं वहां जाने वाला हूं, आपका क्या सुझाव है, मुझे क्या बात करनी चाहिए. और हिंदुस्तान से लाखों लोग मेरे फेसबुक पर आकर के, ट्विटर पर आकर के मुझे अपनी बात बताते हैं. एक बात खास करके केरल की महिलाओं ने मुझे जो लिखी है और उन्होंने आग्रह किया है कि मोदी जी आप केरल में आए, इस विषय पर जरूर बोलिए. और इसलिए मैं इस विषय को यहां कहना चाहता हूं. हमारे केरल की माताएं, बहनें इस बात से चिंतित है कि यहां का नौजवान शराब और ड्रग की तरफ बढ़ता चला जा रहा है. പ്രിയപ്പെട്ടവരെ, ഞാൻ കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും ഒക്കെ എഴുതിയിരുന്നു. കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചിരുന്നു, കേരളത്തിൽ വരുമ്പോൾ എന്ത് കാര്യമാണ് സംസാരിക്കേണ്ടത്, എന്താണ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമെന്ന്. ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾ എനിക്ക് മറുപടിയായിട്ട് സന്ദേശങ്ങൾ കൈമാറി. കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് അയച്ചു തരികയുണ്ടായി. വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ അമ്മമാർ പറഞ്ഞിരിക്കുന്നു, സഹോദരിമാർ പറഞ്ഞിരിക്കുന്നു, ഇവിടുത്തെ ചെറുപ്പക്കാർ, യുവാക്കൾ മദ്യത്തിന്റെയും മയക്കുമരുന്നതിന്റെയും ഒക്കെ അടിമകളായി നശിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ ഗതികേട്ടിലായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നു എന്നുള്ള കാര്യം. केरल की माताओं बहनों ने ये जो चिंता जताई है,
कि उनके बच्चे शराब और ड्रग्स की दुनिया में फंस रहे हैं। वो माताएं बहनें आंसू बहा रही हैं। जिन्होंने मेरा ध्यान आकर्षित किया है, मैं सार्वजनिक रूप से उन माताओं बहनों का आभारी हूं कि उन्होंने इस गंभीर समस्या की ओर मेरा ध्यान आकर्षित किया है। मैं सब माताओं बहनों से अनुरोध करता हूं, आप पढ़े लिखे हैं, संगठित होकर के, सक्रिय होकर के इसके खिलाफ आवाज उठाइए। केरल सरकार को मजबूर कीजिए। आपके संतानों को न आतंकवाद के रास्ते पर जाने दें। आपके संतानों को शराब और ड्रग की दुनिया में फंसने से बचाएं। हमारे केरल के युवा धन को हम बचाएं। अगर देश केरल के युवा धन को बचा लेगा तो कल मेरा केरल बच जाएगा। कल मेरा केरल बच जाएगा तो मेरा हिंदुस्तान भी बच जाएगा। इसलिए बहुत भावना के साथ, बहुत इमोशनल होकर के मैं केरल की माताओं बहनों को बाहर आने के लिए प्रार्थना करता हूं, उनको अनुरोध करता हूं, आइए केरल के नौजवानों को हम मिलकर के बचाएं। അമ്മമാരുടെയും സഹോദരിമാരുടെയും തോരാത്ത കണ്ണീരിന് കാരണമായിട്ടുള്ള മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും എല്ലാം ഉപയോഗത്തിനെതിരായിട്ടുള്ള വലിയൊരു മുന്നേറ്റം ഇവിടെ ആവശ്യമായി വന്നിരിക്കുന്നു. ഇവിടെ ദുഃഖിതരായിട്ടുള്ള അമ്മമാർക്കും സഹോദരിമാർക്കും അവരുടെ കുട്ടികൾക്കും സഹോദരന്മാരുമെല്ലാം ഈ തരത്തിലുള്ള അനാചാരത്തിന്റെ പേരിൽ ദുഃഖിക്കുന്ന അവരുടെ ഈ കാര്യത്തിൽ ഞാൻ മാനസികമായി ഞാൻ ദുഃഖത്തോടു കൂടി അവരുടെ വേദനയിൽ പങ്കുചേരുകയാണ്. ഈ അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഇവിടെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അമ്മമാരെ, സഹോദരിമാരെ, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നമ്മുടെ മക്കളെ തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടാതിരിക്കാൻ, മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കേരളത്തിൽ ആവശ്യമായി വന്നിരിക്കുന്നു. ഒരുമിച്ച് പോരാടേണ്ടിയിരിക്കുന്നു. भाइयों बहनों, मेरी केरल में इस प्रकार की पहली सभा है, लेकिन ऐसा लगता है कि इन समुंदर की लहरों और ये मानव सागर की लहरों के बीच जरा स्पर्धा चल रही है। समुंदर चीज टिक करके कह रहा है हम ज्यादा ताकतवर हैं कि ये भीड़ ताकतवर है। ऐसी भीड़ कभी देखी नहीं, कभी सोची नहीं। मैं केरल की भारतीय जनता पार्टी को, मैं केरल के नागरिकों को उनकी इस जागरूकता के लिए बहुत बहुत बधाई देता हूं, बहुत बहुत अभिनंदन करता हूं। പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഇതുപോലെ ഒരു വലിയ ജനസഭ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ഇവിടെ സാഗരം ഇവിടെ സാക്ഷിയാണ്. സമുദ്രത്തിലെ തിരമാലകളും ഈ മനുഷ്യ മഹാസാഗരവും തമ്മിൽ യഥാർത്ഥത്തിൽ മത്സരിക്കുകയാണ്. സമുദ്രത്തിലെ തിരമാലകളാണോ ഈ മനുഷ്യ മഹാസാഗരത്തിന്റെ കരുത്താണോ വലുതെന്നുള്ള മത്സരം? പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിൽ ഇതുപോലെ തടിച്ചുകൂടിയിട്ടുള്ള മനുഷ്യ മഹാസാഗരത്തെ ഞാൻ അഭിനന്ദനങ്ങൾ കൊണ്ട് പൂച്ചെണ്ടുകൾ ചൊരിയുകയാണ്. मेरी यहां नजर जाती है, माथे ही माथे दिखते हैं। वहां तो दूर तक मैं देख भी नहीं पाता हूं। जहां नजर पहुंचे माथे ही माथे नजर आते हैं। ऐसा विराट जनसागर ये परिवर्तन का संकेत लेकर के आया है, हवा का रुख दिखाता है। പ്രിയപ്പെട്ടവരെ, ഏത് ഭാഗത്തേക്ക് നോക്കിയാലും അവിടെ ജനലക്ഷങ്ങൾ, സഹോദരിമാരും അമ്മമാരും തടിച്ചുകൂടിയിരിക്കുകയാണ്. അങ്ങോട്ട് നോക്കിയാൽ അവിടെ കാണാനേ കഴിയുന്നില്ല. അത്ര വലിയ ജനക്കൂട്ടമാണ്, ജനസാഗരമാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, ഇത് മാറ്റത്തിന്റെ ലക്ഷണമാണ്. കേരളത്തിൽ ചരിത്രപരമായിട്ടുള്ള മാറ്റമുണ്ടാവാൻ പോവുകയാണ് എന്നുള്ളതിന്റെ തുടക്കമാണ് ഈ മനുഷ്യ മഹാസാഗരം. भाइयों बहनों, केरल में कभी यूडीएफ, कभी एलडीएफ हो चुका, बहुत हो चुका। अब केरल की चुनाव नहीं है, अब चुनाव दिल्ली का है। क्या हम एक प्रयोग कर सकते हैं? हम केरल के लोग सोचे, आप बुद्धिमान लोग हैं, पढ़े लिखे लोग हैं, सोचिए केरल में जो सरकार है चलती है, चलने दो। लेकिन दिल्ली में
आप एक थर्ड ऑल्टरनेट पर सोचिए। आप दिल्ली में भारतीय जनता पार्टी को पूरा केरल समर्थन करें और फिर दिल्ली में बैठी हुई भाजपा की सरकार केरल का कितना भला करती है और केरल में बैठी हुई केरल की सरकार कितना भला करती है, दोनों के बीच में हिसाब किताब हो जाए, विकास की स्पर्धा हो जाए, हम आपकी भलाई के लिए काम करें, वो भी आपकी भलाई के लिए काम करे। मैं दावे से कहता हूं, जो काम पिछले 60 साल में उन्होंने नहीं किया, वो काम मैं 60 महीने में करके दूंगा। പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഒരിക്കൽ LDF ഒരിക്കൽ UDF എത്ര തവണ ഇങ്ങനെയായി? ഇത് കേരളത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല, കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ മൂന്നാം ശക്തിയെ കുറിച്ച് പറയുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കേരളത്തിലേക്കുള്ള ഇലക്ഷൻ അല്ല. നിങ്ങൾ കേന്ദ്രത്തിൽ കേരളം മുഴുവനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റിനെ, സർക്കാരിനെ പിന്തുണയ്ക്കണം. അങ്ങനെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, വികസനത്തിന്റെ കാര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു അവസരം വന്നാൽ കേരളം ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്തത്, ഇത്രയും വർഷക്കാലം കേരളത്തിന് കഴിയാത്തത് കേവലം 60 മാസം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. भाइयों बहनों, मैं पूरे हिंदुस्तान का दौरा कर रहा हूं। हवा का रुख क्या है वो मुझे भी पता चलता है, और इसलिए भाइयों बहनों, दिल्ली में सरकार भाजपा की बनना तय है। ये हमने नहीं, देश की जनता ने फैसला कर लिया है। सवाल 100 दिन का है। 100 दिन के बाद दिल्ली का तख्त पलट जाएगा। लेकिन भाइयों बहनों, दिल्ली तो बदल जाएगा, सरकार बदल जाएगी, भाजपा की सरकार आएगी, लेकिन वो सरकार केरल को भी लगना चाहिए कि दिल्ली की सरकार केरल ने बनाई है। ये मौका जाने मत दीजिए। പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനവികാരത്തിന്റെ തരംഗം എനിക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്രാവശ്യം ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ സംശയം നിങ്ങൾക്ക് വേണ്ട. ഇത് BJPയുടെ തീരുമാനമല്ല, ജനങ്ങൾ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞിരിക്കുന്നു. കേവലം 100 ദിവസത്തിന്റെ പ്രശ്നം മാത്രമേ ബാക്കിയുള്ളൂ. 100 ദിവസം കഴിയുമ്പോൾ നമ്മുടെ സർക്കാർ ഗവൺമെന്റ് അധികാരത്തിൽ വരും. നമ്മുടെ ഗവൺമെന്റ് ദില്ലിയിൽ അധികാരത്തിൽ വരുമ്പോൾ അതിൽ കേരളം ഉണ്ടാകണം. കേരളത്തിന്റെ ഗവൺമെന്റ് ആയിട്ട് അത് മാറണം. കേരളത്തിലെ ജനങ്ങളുടെ ഗവൺമെന്റ് ആയിട്ട് അത് മാറാൻ നിങ്ങൾ മുന്നോട്ട് വരണം. भाइयों बहनों, मैं सवाल पूछूं, जवाब देंगे? ചോദ്യം ചോദിക്കൂ, ഉത്തരം തരണം. हाथ दोनों ऊपर करके जवाब देंगे? 2 കൈയും ഉയർത്തിപ്പിടിച്ച് ഉത്തരം തരില്ലേ? दिल्ली में सरकार भाजपा की बननी चाहिए। दिल्ली में सरकार भाजपा की बननी चाहिए। क्या केरल के बिना बननी चाहिए? केरल के बिना बननी चाहिए तो केरल उसमें होना चाहिए। दिल्ली की सरकार केरल ने बनानी चाहिए। भाइयों बहनों, दिल्ली की सरकार बनानी है, लेकिन केरल दिल्ली की सरकार बनाए, ये सपना लेकर के मैं आज आपके पास आया हूं। കേന്ദ്രത്തിൽ BJP ഗവൺമെന്റ് വരണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാണല്ലോ. ദില്ലിയിൽ BJP ഗവൺമെന്റ് വരേണ്ടതാണല്ലോ. ദില്ലിയിൽ വരുന്ന BJP ഗവൺമെന്റിൽ കേരളം ഇല്ലാതെയാണോ ഗവൺമെന്റ് ഉണ്ടാവേണ്ടത്? കേരളത്തിന്റെ പ്രാതിനിധ്യം ദില്ലിയിലെ ഗവൺമെന്റിൽ ഉണ്ടാവേണ്ടതല്ലേ? കേരളത്തിന്റെ ഗവൺമെന്റ് ദില്ലിയിൽ വരേണ്ടതല്ലേ? കേരളം ആഗ്രഹിക്കുന്ന ഗവൺമെന്റ്, കേരളത്തിന്റെ വികാരം മനസ്സിലാക്കുന്ന ഗവൺമെന്റ് ദില്ലിയിൽ വരേണ്ടതായിട്ടുണ്ട്. भाइयों बहनों, आज केरल ने मुझे भरपूर प्यार दिया है। आज दोपहर को मैं कोचीन में था, अभी तिरुवनंतपुर में हूं। केरल का प्यार, आप लोगों का उत्साह मैं देख रहा हूं। भाइयों, इस बार दिल्ली की सरकार केरल बनाएगा। പ്രിയപ്പെട്ടവരെ, കേരളം എനിക്കിന്ന് ഹൃദയസ്പർശിയായിട്ടുള്ള സ്നേഹമാണ് നൽകിയത്. രാവിലെ കൊച്ചിയിലും
ഇപ്പോൾ തിരുവനന്തപുരത്തും വന്നപ്പോൾ നിങ്ങൾ നൽകിയ സ്നേഹവും അതിലേറെ നിങ്ങൾ കൽപ്പിച്ചിട്ടുള്ള ഈ ആത്മവിശ്വാസവും എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, ദില്ലിയിൽ BJP ഗവൺമെന്റ് ഉണ്ടാക്കുക തന്നെ ചെയ്യും. ആ ഗവൺമെന്റ് കേരളത്തിന്റെ ഗവൺമെന്റായി മാറാനുള്ള മുന്നേറ്റമാണ് ഉണ്ടാവുന്നത്. भाइयों बहनों, आपने मुझे प्यार दिया है, सम्मान दिया है, आपने उत्साह और उमंग दिया है. मैं आपको वादा करता हूं, मैं केरल का विकास करके ब्याज समेत इस प्यार को लौटाऊंगा. നിങ്ങൾ കേരളം എനിക്ക് സ്നേഹം തന്നു, ഇത്ര വലിയ ഉത്സാഹം തന്നു, എനിക്ക് എന്നെ ആദരിച്ചു. നിങ്ങൾ ഈ ആദരത്തിനും സ്നേഹത്തിനും ഈ ഉത്സാഹത്തിനും ഞാൻ മറുപടി പറയുന്നു. കേരളത്തെ വികസിത കേരളമാക്കി ഈ മണ്ണിൽ കേരളത്തിൽ വികസന വിപ്ലവം ഉണ്ടാക്കാൻ, വലിയ വികസനം കേരളത്തിൽ ഉണ്ടാക്കാനുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് ഞാൻ ഈ സ്നേഹം നിങ്ങൾക്ക്, ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തരികയാണ്. भाइयों बहनों, मैं आप सबका बहुत बहुत आभारी हूं. दो मुट्ठी बंद करके मेरे साथ बोलिए, वंदे. पूरी ताकत चाहिए, चारों तरफ से गूंज चाहिए भाइयों. सागर को भी लगे कि यहां जन सागर ललकार रहा है. ഉറച്ച ശബ്ദത്തിൽ പറയണം, രണ്ട് കൈയും ഉയർത്തി പറയണം. ഈ സാഗരം കേൾക്കുന്ന ഗർജനമായിരിക്കണം, മനുഷ്യ മഹാസാഗരത്തിന്റെ ഗർജനമായിരിക്കണം. വന്ദേ 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 വന്ദേ. ഈ മഹാസമ്മേളനത്തിന് കൃതജ്ഞത രേഖപ്പെടുത്താൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മുരളീധരൻജി അവർകൾ ഇവിടെ ഈ